ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് 75-ലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനുശേഷം രാജീവ് ഗാന്ധി നേരിട്ടു, മൻമോഹൻ സിംഗ് നേരിട്ടു, നരസിംഹറാവു നേരിട്ടു. ഇപ്പോൾ ഞങ്ങളങ്ങ് ഇല്ലാതായി, 44 സീറ്റിലേക്ക് പോയി. കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ടു. അന്നൊന്നും BJP-ക്കാർ പറഞ്ഞത് അടിയന്തരാവസ്ഥയെ പറ്റിയല്ല, പപ്പു എന്നായിരുന്നു. രാഹുൽ ഗാന്ധി ആക്ഷേപിക്കലായിരുന്നു. ഇന്ന് പുതിയൊരു ഞങ്ങളൊക്കെ ഒന്ന് വന്നപ്പോൾ ഒരായുധവുമായി വന്നു. ഞാൻ തിരിച്ച് മാധുവിനോട് ചോദിക്കുന്നത്, അടിയന്തരാവസ്ഥയെ ഈ കാലം വരെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ പിന്നീട് ന്യായീകരിച്ചിട്ടുണ്ടോ? അന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനകത്ത് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ശ്രീമതി ഇന്ദിരാഗാന്ധി പോലും അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തയ്യാറല്ല. ഇനി നേരെ തിരിച്ച് BJP-യിലേക്ക് ഡിഫറൻസിലേക്ക് തിരിച്ചു പോകുന്നു. 48 ജനുവരി മാസം 30-ാം തീയതി ഗാന്ധിജി കൊല ചെയ്യപ്പെടുന്നു. അന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അതിനെതിരെ സംസാരിച്ചോ എന്ന് പറയുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നാണ്, പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തോളം പോന്ന ലെഗസി പേറുന്ന, നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഇന്ത്യയുടെ മുഴുവൻ വൈവിധ്യങ്ങളെയും പേറുന്ന, എല്ലായിടത്തു നിന്നുള്ള ദേശീയ നേതാക്കളെ സമാഹരിച്ച് അവരുടെ ആശയ അടിത്തറയിൽ ഉയർന്നു വന്നൊരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ദിരാഗാന്ധി എമർജൻസിയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ചൂണ്ടുവിരൽ ഉയർത്താൻ പോകുന്ന ഒറ്റ നേതാവുമില്ലാത്ത പ്രസ്ഥാനമായി അന്ന് എങ്ങനെയാണ് നിശബ്ദമാക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, അന്നൊരു സംഭവിച്ച കാര്യങ്ങളെ പറ്റി പിന്നീട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്തില്ല. ഞാനും BJP-യും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് ഒറ്റ കാര്യം. 1948 ജനുവരി മാസം 30-ാം തീയതി രാഷ്ട്രപിതാവ് കൊല ചെയ്യപ്പെടുന്നു. ഒരേ ഒരു കാര്യം, ഈ കാലത്തിരുന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ അല്ലല്ല, എതിർക്കേണ്ട കാലത്ത് നിങ്ങളുടെ ഒരു നേതാക്കളും എതിർത്തില്ല. ഇന്ന് നിങ്ങൾക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. നിങ്ങളത് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കാലഘട്ടം കൊണ്ടാണ്. ജനാധിപത്യം ഈ വളർന്ന കാലത്ത് സ്വീകരിച്ചിരിക്കുന്ന ചോദ്യം ചെയ്യാനുള്ള കരുത്ത് കൊണ്ടാണ്. നിങ്ങളതൊരു ഔദാര്യമായി കാണരുത്. ഞാൻ ഔദാര്യം പറഞ്ഞില്ലല്ലോ മാധു. അങ്ങനെ ഒരു ഭാഷയോ അങ്ങനെ ഒരു നോക്കോ വാക്കോ എൻ്റെ ഭാഗത്തില്ല. ഞാൻ കോൺഗ്രസിന്റെ നിലപാടാണ് പറയുന്നത് മാധു. 1975-ൽ സംഭവിച്ച കാര്യത്തെ പറ്റി ഇന്ദിരാഗാന്ധിക്ക് ശേഷം നിങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന്, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരാൾ വളരെ മോശം ഒരു ക്യാരക്ടറാണ് എന്ന രീതിയിൽ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ തിരുത്തി. ഞാൻ തിരിച്ചു മാധുവിനോട് ചോദിച്ചു ഒറ്റ ചോദ്യം, അത് കംപ്ലീറ്റ് ചെയ്യാൻ മാധു ഒന്ന് അനുവദിക്ക്. 48 ജനുവരി മാസം 30-ന് രാഷ്ട്രപിതാവിനെ കൊന്നു. ആ കൊന്ന ആളുകൾ പഴയകാല RSSകാർ, ഹിന്ദു മഹാസഭയുടെ ആളുകൾ. അതിലെ പ്രതിയായിരുന്നു ദാമോദർദാസ് സവർക്കർ. ആ പ്രതി തെളിവില്ലാത്തതിന്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞിട്ടും ദാമോദർദാസ് സവർക്കറിനെ സംരക്ഷിക്കാൻ ഗോഡ്സെക്ക് അമ്പലം പണിയാനാണ് ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്നത്. ആ ഇന്ത്യ രാജ്യത്ത് ഗോഡ്സെക്ക് അമ്പലം പണിയുന്ന ദാമോദർദാസ് സവർക്കറുടെ പേര് റോഡിനും സർവകലാശാലയ്ക്കും ഇടുന്ന, ഇന്ത്യൻ പാർലമെന്റിനകത്ത് ദാമോദർദാസ് സവർക്കറുടെ ചിത്രം വെക്കുന്ന, അന്ന് ഗാന്ധി വധത്തിൽ പ്രതിയാക്കപ്പെട്ട് തെളിവില്ലാത്തതിന്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ട ആളുകളെ ഇപ്പോഴും അതിന്റെ പേരിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. നേരെ തിരിച്ച് 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ശരിയല്ല എന്ന് നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം. ഇത് രണ്ടിന്റെയും ഡിഫറൻസ് മാധുകളക്ക്. ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, ഔദാര്യമല്ല, അത് ഞങ്ങളുടെ ജനാധിപത്യ ബോധമാണ്. അതിനുശേഷമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനുശേഷമാണ് ഈ രാജ്യത്തെ വിഘടനവാദികൾ ഉണ്ടായപ്പോൾ പഞ്ചാബിനെ അങ്ങ് മാറ്റപ്പെട്ട സമയത്ത് അവിടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരിൽ നിന്ന് സിഖ് മതക്കാരെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ പാടില്ല, ഇന്ത്യയുടെ മതേതരത്വത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിക്കപ്പെട്ടത് ഞങ്ങൾ ഓർക്കുന്ന ഇന്ദിരാഗാന്ധി അങ്ങനെയൊക്കെയാണ്. 71-ലെ യുദ്ധകാലത്ത് അങ്ങ് 7ാം കൂലി പട്ടാളം അങ്ങ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൈക്കുമ്പിളിലാക്കി ബംഗ്ലാദേശിൽ കൊടുത്ത ഇന്ദിരാഗാന്ധി ഞങ്ങൾ ഓർക്കുന്നു. പഴയകാല പാരമ്പര്യത്തിന്റെ ബാക്കി പത്രം വെച്ച് പ്രിവി പേഴ്സിന്റെ പേരിൽ ആനുകൂല്യം പറ്റിയ രാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിരോധിച്ച് ഇന്ദിരാഗാന്ധി ഞങ്ങൾ ഓർക്കുന്നു. മുതലാളിമാരുടെ ദേനാ ബാങ്കിന്റെ, കനറ ബാങ്കിന്റെ, സിൻഡിക്കേറ്റ് ബാങ്കിന്റെ, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒക്കെ മുതലാളിമാരുടെ കൈകളിലുള്ള ബാങ്കിനെ നാഷണലൈസ് ചെയ്ത, സർക്കാരിന്റെ സ്വത്താക്കിയ ഇന്ദിരാഗാന്ധിയെ ഞങ്ങൾ ഓർക്കുന്നു. ഈ രാജ്യത്ത് ഗരീബി ഹടാവോ എന്ന് മുദ്രാവാക്യം വിളിച്ച ഇന്ദിരാഗാന്ധി ഞങ്ങൾ ഓർക്കുന്നു. ആ ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ആ കാലഘട്ടത്തിൽ നേതാക്കൾ അവരെയൊക്കെ അനുസ്മരിക്കാൻ നമുക്ക് പല കാര്യങ്ങളുണ്ടാകും. ആ പല കാര്യങ്ങളിൽ ഒന്നാണ് എമർജൻസിയും. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ എമർജൻസി ഒഴിവാക്കിക്കൊണ്ടൊന്നും ചിന്തിച്ചെടുക്കാനോ ചരിത്രമെടുക്കാനോ കഴിയില്ല എന്ന് അങ്ങേക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ചോദ്യം BJP-യുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് താങ്കൾ പറഞ്ഞു ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന്. ഈ കാലത്തോ ആ കാലത്ത് അംഗീകരിച്ചില്ലെങ്കിലും വിയോജിപ്പ് പറഞ്ഞില്ല. അതിനുശേഷം ഒരു നേതാക്കളും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. ഇപ്പൊ നമ്മൾ എമർജൻസി അല്ല നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ചർച്ച. ആ വിഷയം ഉയർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ ചേരിക്കു നേരെ BJP തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രമാണ്. അതിനെ നിങ്ങൾക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്
ഇന്നത്തെ ചോദ്യം. അല്ല, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ 10 വർഷക്കാലമുള്ള ഒരു BJP അല്ല ഞങ്ങൾ കാണുന്നത്. ഇന്ത്യയുടെ പാർലമെന്റ് അംഗങ്ങളെ മുഴുവൻ തുരത്തി ഓടിച്ച, സസ്പെൻഡ് ചെയ്ത ഒരു കാലം. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ ചർച്ച മുഴുവൻ കേൾക്കാതെ അവസാനം 1 മണിക്കൂർ വന്ന് പ്രസംഗിച്ച ഒരു കാലം. നേരത്തെ ശങ്കുട്ടിദാസ് പറഞ്ഞ ആ പീഡനത്തിന്റെ കാലഘട്ടത്തിൽ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് 1 വർഷക്കാലം നീണ്ടുനിന്ന കൊലപാതകങ്ങൾ നടന്നപ്പോൾ അന്നത്തെ പോലെ തന്നെ ഇന്നും 50,000-ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ വസിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ കാലത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ ആ ഭാഷ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം നരേന്ദ്രമോദിക്കുണ്ട്. ആ സമയത്ത് അവർ ബ്രഹ്മാസ്ത്രം എന്ന് മാധു നാളത്തെ രാഷ്ട്രീയം തീരുമാനിക്കട്ടെ. അതിന് ബ്രഹ്മാസ്ത്രം എന്ന് മാധു പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രയാസമുണ്ടാക്കുന്ന നാളത്തെ രാഷ്ട്രീയം പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചട്ടവിരുദ്ധമായി കൊണ്ടുവന്ന ഒരു നിലപാടിനെയാണ് ഞങ്ങൾ എതിർത്തത്. അല്ലാതെ അടിയന്തരാവസ്ഥയല്ല. പാർലമെന്റിൽ എത്തുന്ന പ്രതിപക്ഷ ചേരിയുടെ ഐക്യധാരണയ്ക്കുമേൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള ഒരായുധം തന്നെയാണ് BJP ഇന്നെടുത്ത് പ്രയോഗിച്ചത്. അത് ബ്രഹ്മാസ്ത്രമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള പരിചയം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ശരിയെന്നേ. ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷപാതിത്വം പിടിച്ച് സംസാരിക്കുന്നതാണെന്നൊരു തോന്നൽ പ്രേക്ഷകർക്കോ പാനലിസ്റ്റുകൾക്കോ വേണ്ടതില്ല. എൻ്റെ ഓരോ ചോദ്യവും നിങ്ങൾ പറയുന്ന മറുപടികളിൽ നിന്നുണ്ടാകുന്നതാണ്. അത് എത്ര കഠിനമായ ആയുധമാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. 2 കാര്യങ്ങൾ മാധു. ഒന്ന്, ലോകസഭയ്ക്കകത്ത് ചട്ടമില്ലാതെ ചട്ടവിരുദ്ധമായി എടുത്ത നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടം ചർച്ച ചെയ്യപ്പെടുന്നതിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾക്കതിന് പൊളിറ്റിക്കലായ സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് ഭൂലോകത്തോട് പറയാൻ, ലോകത്തോട് പറയാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവിടുന്നാണ് കയറി, ഫിനിക്സ് പക്ഷിയെ പോലെ ഞങ്ങൾ കയറി വരുന്നത്. ഞങ്ങളുടെ നിലപാട് ജനങ്ങളോട് പറഞ്ഞിട്ടാണ്. മാധു നേരത്തെ പറഞ്ഞതുപോലെ അഹങ്കാരം പറഞ്ഞിട്ടല്ല, ഔദാര്യം പറഞ്ഞിട്ടല്ല. ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ വാക്ക്, ഏറ്റവും വലിയ വാക്ക് ഈ രാജ്യത്തെ പൗരന്റേതാണ്. അവൻ പ്രജയല്ല, പൗരനാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് കൂടി നടന്നുപോയത്. ഞങ്ങൾ പറയാത്ത പൊളിറ്റിക്സ് ഇല്ല. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ ഹിന്ദുവെന്നോ മുസൽമാൻ എന്നോ പറഞ്ഞ കെട്ടുതാലിയുടെ കണക്ക് പറഞ്ഞിട്ടില്ല. നാളെ അയോധ്യ ഇടിച്ചു നിരത്തും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെ സ്നേഹത്തിന്റെ ഭാഷയെ പറഞ്ഞത്. ഒരു കാലത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാധുവിനൊരു തെറ്റുപറ്റിയാൽ അത് തിരുത്തുകയല്ലേ ചെയ്യേണ്ടത്. എനിക്ക് തെറ്റുപറ്റിയ, ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് തെറ്റിപ്പോയാൽ ഞാനത് തിരുത്തും. അതിന്റെ ഔന്നത്യമാണ്, ഔദാര്യമല്ല, ഔന്നത്യമാണ്. കോൺഗ്രസ് പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതൊന്നും സംഭവിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലല്ലേ 3 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വിദേശ സർവകലാശാലയോട് സംസാരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞത്? അതിനപ്പുറത്തേക്ക് ഞങ്ങൾ എന്താ ഇതിൽ പറയേണ്ടത്? അനുകൂലമായ കാര്യങ്ങൾ മാത്രം, അനുകൂലമായ പദപ്രയോഗങ്ങൾ മാത്രം ഉപയോഗിച്ച് ചോദ്യം ചോദിക്കാൻ ഇത് നമ്മൾ വിനയ വിധേയ മനോഭാവത്തോടെ ഇരുന്ന് സംസാരിക്കുന്ന രീതിയല്ലത്. ജനാധിപത്യമാണ്. നിങ്ങൾ പ്രതിരോധത്തിലാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ നിങ്ങളിലേക്ക് ഉണ്ടാവുള്ളത്. എന്റെ വിശേഷണമായല്ല ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. ശരി ശരി, ഞാൻ അങ്ങേലേക്ക് വരാം ശ്രീ നിജേഷ്. ഞാൻ മാധുവിന്റെ ഭാഷയെ പറ്റിയോ ചോദ്യത്തിനെ പറ്റിയോ എനിക്ക് ആക്ഷേപമില്ല. ശരി, നമ്മൾ അങ്ങനെ പോകാം. ശരി, കാര്യങ്ങൾ പറയരുത്. ഓക്കെ, ശരി.